ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാണണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചെമ്മീൻ, വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ മുമ്പ് ചേർത്തത് കൊണ്ട് ഇപ്പോൾ ഈ പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഫിഷ് മസാല 1 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് ചെമ്മീൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈവച്ച് മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ മസാല എല്ലാം പിടിച്ച് നല്ല രീതിയിലായി കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാലക്കായിട്ടുള്ള ബാക്കി സാധനങ്ങൾ അരിഞ്ഞു വെക്കാം. മസാലക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നീരുള്ളി 6 എണ്ണം, വലിയ നീരുള്ളി 6 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ തക്കാളി മീഡിയം സൈസിലുള്ളത് 5 എണ്ണം. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇനി അടുത്തത് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെമ്മീൻ ഓരോന്നായി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വശം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മറ്റേ വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ ഇത് കോരി മാറ്റിയതിന് ശേഷം അടുത്ത ബാക്കിയുള്ള ചെമ്മീനും കൂടി ഇതേ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെമ്മീൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ മസാല ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഞാനിപ്പോൾ ഒഴിക്കുന്നുള്ളത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്ക് നല്ലൊരു ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അരിഞ്ഞ് വെച്ച നീരുള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 6 വലിയ ഉള്ളി അത് അരിഞ്ഞ് വെച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് മസാല റെഡിയാക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ ഉള്ളി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഏകദേശം ചെറിയ രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ സവോള വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ച് പോകും. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒരു മൂടി വെച്ച് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണ്, ഫിഷ് മസാല അതും 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച 5 തക്കാളി, മീഡിയം സൈസിലുള്ള 5 തക്കാളി അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും നീരുള്ളിയും എല്ലാം ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്.
കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് തീ കൂട്ടിക്കഴിഞ്ഞാൽ. അതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് 1-2 മിനിറ്റ് വേവിക്കാം. ആ മല്ലിപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. മെല്ലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കാം. മസാലയും ചെമ്മീനും എല്ലാം ഒരുപോലെ യോജിക്കുന്നത് വരെ മെല്ലെ ഇളക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. അതിന് മുകളായിട്ട് മല്ലിച്ചപ്പും കൂടി വിതറി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു നീരുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. പിന്നീട് അതിലേക്ക് നമ്മൾക്ക് ഏത് റൈസ്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തനിമരിയാണ്. തനിമരി ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നുള്ളത് ആ പാത്രത്തിൽ ഒരു പാത്രം ഫുൾ എടുക്കുന്നുണ്ടെങ്കിൽ 1.5 വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ ഒരു പാട്ടയിൽ അളന്നിട്ട് ഒരു പാട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടയിൽ 1.5 പാട്ട വെള്ളം ഞാൻ തിളപ്പിച്ച് ഒഴിച്ചതാണ് ഇതിലേക്ക്. അപ്പോൾ അതിപ്പോൾ നല്ല പോലെ തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇടുക. ഒരിത്തിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കഴുകി ഒരു അരിപ്പയിലോട്ട് മാറ്റിയിരുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ ആർക്കും നെയ്യ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റൈസ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ദം ചെയ്യാനുള്ള സാധനങ്ങൾ മല്ലിയില, പുതിനയില, മഞ്ഞൾപ്പൊടി കലക്കി വെച്ചത്, നീരുള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ ബ്രൗൺ നിറമാക്കി ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ദം ചെയ്യാനുള്ള ഒരു പാത്രം, ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കും. ഞാനിപ്പം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലത്. എനിക്കിവിടെ ഇവർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ റൈസ് മുഴുവനായിട്ട് വേവിച്ചിട്ടില്ല. പകുതി വേവാകുന്ന ആ വെള്ളം ഒന്ന് ചെറുതായി വറ്റുന്ന സമയത്ത് ഞാൻ കോരിയെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ബാക്കി മുഴുവനായിട്ട് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അതൊന്ന് വെന്തോളും. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച നീരുള്ളി ഇട്ട് കൊടുക്കുക. പിന്നീട് മസാല ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് മസാലയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ പിന്നെ ഇത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം.
മസാല മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ. അതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതും കൂടി ഇട്ടതിന് ശേഷം ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് വേവിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഞാനിപ്പം ഇതിൻ്റെ റൈസിൻ്റെ വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തതാണ്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ കോരി മാറ്റുന്നുള്ളത്. അതുപോലെ തന്നെ ചെയ്യുക. മുഴുവനായിട്ട് വേവിക്കാൻ പാടില്ല, ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്തോളും. അപ്പോൾ ഇതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കലക്കി വെച്ച വെറും വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചത് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതും കൂടി വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു കട്ട നല്ല രീതിയിൽ നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തനിമേരി. അതേ തനിമേരിക്ക് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, കട്ട നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി വന്നാൽ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.